ഓക്കെ, നട്ടലൊക്കെ സ്ട്രൈറ്റ് ആക്കുക, ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ ചിമ്മുദ്ര വെച്ച് കണ്ണടച്ചിരിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ചു എല്ലാവരും. ചിൻഡൗൺ, സെൻറ്റർ, പാമിങ്. ഉള്ള കൈ നന്നായിട്ട് കൂടി തിരുമ. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണ് തുറന്ന് നോക്കിയേ. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കൈ ഷോൾഡർ ലെവൽ വെച്ച് ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് വരുത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഷോൾഡർ വരെ വന്നാൽ മതി. ഓക്കെ, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. ഓക്കെ, സാവധാനം രണ്ട് കൈ താഴെ വെച്ച് കാലിൻ്റെ രണ്ട് സൈഡിലോട്ട് വെച്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. എല്ലാവരും ബ്രീത്തിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്തേ. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, breathing, breathe out, breathing, breathe out, breathing, breathe out. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. ഓക്കെ, ഗുഡ്. വലത് കൈ ശ്വാസം എടുത്ത് ഉയർത്തിയേ. വലത് കൈ ശ്വാസം എടുത്ത് ഉയർത്തുക. ചെവിയോട് ചേർത്ത് വയ്ക്കുക. അരക്കെട്ടൊന്ന് മുകളിലോട്ട് ഉയർത്തിയേ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കുക. ഓപ്പോസിറ്റ്. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, ഗുഡ്. ഇടത് കൈ ശ്വാസം എടുത്ത് ഉയർത്തുക. ചെവിയോട് ചേർത്ത് വെച്ച്. ഓക്കെ, ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തേ. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, സാവധാനം കണ്ണ് തുറക്കുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട്. ഓക്കെ, കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 4. കാലിന് തുടഭാഗമൊക്കെ 1 2 3. ഒരിക്കൽ കൂടെ ചെയ്യുക. 1 2 3 4. കാലിന് തുടഭാഗമൊക്കെ 1 2 3 4. ഓക്കെ, ഗുഡ്. സാവധാനം എഴുന്നേറ്റ് നിന്നോളൂ. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകിൽ കെട്ടിയ തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നമ്മളിത് ചെയ്യാൻ പോകുന്ന ലൂസനിങ് എക്സസൈസാണ്, വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈ പുറകിൽ കെട്ടിയ ആദ്യം ചെയ്യാൻ പോകുന്ന കഴുത്തിൻ്റെ എക്സസൈസാണ്. കഴുത്ത് അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ഡൗൺ
ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ താടി നെഞ്ചിൽ ടച്ച് ചെയ്യുക. അപ്പ്. മാക്സിമം കഴുത്ത് പുറകിലോട്ടുണ്ട്. ഡൗൺ. അപ്പ്. ഡൗൺ. അപ്പ്. ഡൗൺ. സെൻറ്റർ. സൈഡ് ലുക്കിംഗ്. 1. സെൻറ്റർ. 2. സെൻറ്റർ. 1. സെൻറ്റർ. 2. സെൻറ്റർ. 1. സെൻറ്റർ. 2. സെൻറ്റർ. 1. സെൻറ്റർ. 2. സെൻറ്റർ. ഓക്കെ, സാധനം റിലീസ് ചെയ്യുക. വല സൈഡിലോട്ട് കഴുത്ത് ചരിച്ചു കൊടുത്തേ. 1. സെൻറ്റർ. 2. സെൻറ്റർ. 1. സെൻറ്റർ. 2. സെൻറ്റർ. 1. സെൻറ്റർ. 2. സെൻറ്റർ. ഓക്കെ, സാധനം റിലീസ് ചെയ്യുക. ഓക്കെ, ഗുഡ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. രണ്ട് കൈ റൊട്ടേറ്റ്. 1, 2, 3, 4, 5, 6. ഓക്കെ, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത്. 1, 2, 3, 4, 5, 6. ഓക്കെ, കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. ഓക്കെ, ഓരോ കൈ വീതം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഗുഡ്. ഓക്കെ, രണ്ട് കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ച. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. ഓക്കെ, റിലീസ് ചെയ്യുക. കൈയൊക്കെ ഒന്ന് വീശി കൊടുത്തേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കൈ ശ്വാസം എടുത്ത് മുകളിലേക്ക് ഉയർത്തുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. ഓക്കെ, സാധനം റിലീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ റിലാക്സ് ആയിട്ട് നിൽക്കുക. നമ്മുടെ പുറകു വശത്തുള്ള ഫാറ്റൊക്കെ അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കും. ഓക്കെ, രണ്ട് കൈ മുന്നിലേക്ക് നീട്ടാം. 1, 2, 3, 4, 5, 6. കൈ തിരിച്ചു പിടിച്ച് കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. 1, 2, 3, 4, 5, 6. ഓക്കെ, രണ്ട് കൈ ചുരുട്ടി പിടിക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. ഓക്കെ, വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1, 2, 1, 2, 1, 2, 1, 2. ഓക്കെ, കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കുക. രണ്ട് കൈ ഇടുപ്പിലോട്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. ഓക്കെ, ഒരു സാധനം റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കൈ കാൽ ഇടുപ്പിലോട്ട് വെച്ച് അതിനുശേഷം വലത് കാല്. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് രണ്ട് കൈ ഇടുപ്പിലോട്ട് വയ്ക്കുക. വലത് കാലം ഉയർത്തിയേ. വലത് കാൽപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1, 2, 3, 4, 5, 6. റൊട്ടേറ്റ് ചെയ്ത് വലത്തോട്ട് കറക്കി കൊടുക്കുക. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. സാധാരണ കാല് താഴെ വെച്ച് നന്നായിട്ട് കാലിലെ വിരലുകളൊക്കെ ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1, 2, 1, 2, 1, 2, 1, 2. ഓക്കെ, അതുപോലെ ഓപ്പോസിറ്റ് കാല് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത്. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5,
സിക്സ്. കാല് താഴെ വയ്ക്കുക. വിരലുകളൊക്കെ നന്നായി ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2. ഓക്കെ, സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇരുന്നിട്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ നിന്നിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ നിന്നിട്ട് കാലിങ്ങനെ ഓരോ കാലും മടക്കുക, നീട്ടിയിടുക, അതിന് പകരമാണ് ഇത് ചെയ്യുന്നത്. ഇരുന്ന് ചെയ്യുന്നു, ഇത് നിന്ന് ചെയ്യുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇത് ലൂസനിങ് എക്സസൈസ് ആണ്, ബോഡിയൊക്കെ ഒന്ന് ലൂസ് ആക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 1 2 3 4. നന്നായിട്ട് ഓപ്പൺ ചെയ്ത നെഞ്ച്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യുക. കൈയൊക്കെ ഒന്ന് വീശി കൊടുത്തേ. ഓക്കെ, രണ്ട് കൈ പുറകിൽ കെട്ടുക, രണ്ട് കാലം ഓപ്പൺ ചെയ്തേ, തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് ചെയ്യുന്നേ. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. ഓക്കെ, സാധാരണ തിരിച്ചു വരാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടിൽ തേയ്മാനമുള്ളവർ ചെയ്യരുത്. സാധാരണ ഉണ്ടാകുന്ന നടുവേദനക്കാർക്കൊക്കെ ചെയ്യാം, അല്ലാതെ ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടിൽ തേയ്മാനം, ഡിസ്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ചെയ്യരുത്. ഓക്കെ, കണ്ടിട്ട് ആ ഒരു സ്പിരിറ്റിൽ കയറി ചെയ്യരുത്, പെയിൻ കൂടും. ഓക്കെ, അതുകൊണ്ടാണ്. ആ സമയം നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്തോളൂ. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്ത് കാല് ടച്ച് ചെയ്യാം. കൈ ഇങ്ങനെ വെച്ച് എല്ലാവരും ഇങ്ങനെ ഷോൾഡർ ലെവൽ വെച്ച് ഇനി വീശണം, നന്നായിട്ട് വീശണം. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ആയിട്ട് നിൽക്കാം. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടി തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്നേ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സാധനം തിരിച്ചു വരാം. ഓക്കെ, രണ്ട് കാല് ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ ഷോൾഡർ ലെവൽ വെച്ച് എല്ലാവരും വെച്ചോ. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഇനി ഒരു സൈഡിലോട്ട് വന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്ന് ഹോൾഡ് ചെയ്ത് നിന്ന്. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ഓക്കെ, സെൻറ്റർ. ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത്. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സെൻറ്റർ. ഓക്കെ, എനിക്ക് കൂടെ ചെയ്യാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത്. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സെൻറ്റർ. ഓപ്പോസിറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത്. 1 2 3 4 5 6. സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യുക. നമ്മുടെ ഈ അരക്കെട്ടൊക്കെ നന്നായിട്ട് ഒതുങ്ങി വരാനൊക്കെ സഹായിക്കും. അതുപോലെ ഇവിടുത്തെ എല്ലുകൾക്കൊക്കെ നല്ല ബലം ഉണ്ടാവും. ഇവിടുത്തെ ഫാറ്റൊക്കെ അരിഞ്ഞു പോകാനൊക്കെ സഹായിക്കും ഈ ഒരു എക്സസൈസ്. ഓക്കെ, റിലാക്സ് ആയി നിൽക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കാലിൻ്റെ ഇവിടുത്തെ മസിൽ, ഹാഫ് മസിൽസ്, ഇവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്സസൈസാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ചെയ്യുക. കാലിന് നല്ല ബലം ഉണ്ടാകാനും ഓടിച്ചാടി നടന്ന് നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു എനർജി കാലിനുണ്ടാവും. ഓക്കെ, രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തി ലോക്ക് ചെയ്തോ. 1 എന്ന് പറയുമ്പോൾ കാലിൻ്റെ ഉപ്പുറ്റി ഇങ്ങനെ ഉയർത്തി വയ്ക്കണം. 2 എന്ന് പറയുമ്പോൾ മാത്രമേ താഴെ വയ്ക്കുക. മനസ്സിലായല്ലോ? 1 2 1 2 1 2 1 2
1 2 1 2 2 എന്ന് പറയുമ്പോൾ മാത്രമേ താഴെ വയ്ക്കാവൂ. നിങ്ങളുടെ നേരെ കാണുന്ന ഒരു പോയിന്റിലോട്ട് സൂക്ഷ്മമായിട്ട് നോക്കിയേ. 1 2 1 2. ഓക്കെ, സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിരുന്നേ. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടിയേ, കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് രണ്ട് വർക്കൗട്ട് വീഡിയോ കൂടി ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണെങ്കിൽ ഓക്കെ കാണിച്ചേ. ഓക്കെ ആണ്. ടയർഡ് ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്യുക. വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹമുള്ളവർ നന്നായിട്ട് പണിയെടുത്താലേ പറ്റുള്ളൂ, അറിയാമല്ലോ. വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹമുള്ളവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. തളർന്നാലും എണീച്ചിരുന്ന് ചെയ്യണം. വേറെ ആരോഗ്യ പ്രശ്നമുള്ളവർ കുറച്ചായിട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആദ്യം രണ്ട് കൈ ഷോൾഡർ ലെവൽ വയ്ക്കുക. വെച്ചോ. 1 2 3 4 5 6. ഓക്കെ, ഗുഡ്. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. ഓക്കെ, സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, രണ്ട് കൈ ഷോൾഡറിൽ വെച്ച് വെച്ചോ. വലത് കൈ ഇടത് കാല് ക്രോസ് ചെയ്ത് ചവിട്ട. 1 2 1 2 1 2 1. എല്ലാവരും ചെയ്താൽ നന്നായിട്ട്. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടുക. കണ്ണട ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, കൂടി സാവധാനം തിരിച്ചു വരാം. ഓക്കെ, രണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. 1 2 3 4 5 6 7 8 9 10. ചാടി ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടുക. കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് വരുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, അവിടെ മിണ്ടാതെ നിന്നാൽ മതി. കണ്ണടച്ച് ബ്രീത്തിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുക. ഇപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് കുറയാനും വയറ് കുറയാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വർക്കൗട്ട് കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ഒന്നും കൂടുതലായിട്ട് കുറയണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം യോഗയൊക്കെ ചെയ്ത് ആരോഗ്യപരമായിട്ട് ഇരുന്നതിന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, പിന്നെ ഈ വർക്കൗട്ട് ചെയ്താൽ കൊളസ്ട്രോൾ ഒന്നും വരില്ല. ഓക്കെ, നമ്മളിങ്ങനെ ഒരുപാട് വേരത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കൺട്രോൾ ആകാനൊക്കെ സഹായിക്കും. ചെയ്യുന്ന നല്ലതാണ്, കുറച്ചും കൂടി എനർജിയൊക്കെ ഉണ്ടാവും. പിന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർ, പ്രായം കൂടുതലൊക്കെ ഉള്ളവർക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്യാം. രണ്ട് കൈ ലോക്ക് ചെയ്ത് 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലീസ് ചെയ്യാം. ഓക്കെ, റിലാക്സ് ആയിരുന്ന രണ്ട് കൈ പുറകെ കെട്ടിയേ, രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് നിന്ന് എല്ലാവരും.
നിങ്ങളുടെ ബോഡി ഇപ്പം നല്ല നല്ല രീതിയിൽ എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഹാർട്ടൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുവാണ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുവാണ്. നിങ്ങളുടെ ക്ലാസ്സിന് ആദ്യം വന്നിരുന്നപ്പോൾ ഉള്ള എനർജിയാണ് ഇപ്പോൾ. നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് തിരിച്ചറിഞ്ഞ് കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സാധാരണ ഇരുന്നോളൂ. റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. ടയേർഡായോ എല്ലാവരും? ടയേർഡായവർ കൈ ഉയർത്തിയേ? ഇല്ല, ഇനിയും പോരട്ടെ പോരട്ടെ എന്നാണ് പറയുന്നത്. ടയേർഡായവരൊക്കെ ഉണ്ട് കേട്ടോ. ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ ടയേർഡാവും, അറിയാം. ഓക്കെ, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുവാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അറിയാമല്ലോ, നിങ്ങൾ അടുത്തൊന്ന് വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പോലും വരാൻ പറ്റൂലേ. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി. ഡെയിലി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ നല്ലൊരു എനർജി ഉണ്ടായി വരും. കട്ടിലിൽ ഇരുന്നിട്ട് കൈ ഇങ്ങനെ എടുത്ത് ഉയർത്തി ഇത്രയും മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്ന കണ്ട് ഞാൻ വരെ ഞെട്ടിയിരിക്കുവാണ്. കിടന്നിട്ടപ്പോൾ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു 10 വരെയൊക്കെ കൗണ്ട് ചെയ്താലും ഞാൻ സ്റ്റോപ്പ് ചെയ്താലും അവർ ചെയ്തുകൊണ്ടിരിക്കും. 55-60 വയസ്സായവർ. ഓക്കെ, 30-35 വയസ്സായ ആൾക്കാർ 1 2 3 പറയുമ്പോൾ ശ്വാസമില്ല, കാറ്റുമില്ല, ഇതാ അടക്കണം. പ്രായമുള്ള ആൾക്കാരാണ് ഇപ്പോൾ അടിപൊളിയായി വരുന്നത്. കാരണം എന്താണ്? അവർ കട്ടിലിരുന്ന് ചെയ്ത് അവർ സമാധാനത്തിൽ ചെയ്ത് 1-2 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ലൊരു എനർജി ഉണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാണ്. നമുക്കറിയാം ഒരാൾ വരുമ്പോൾ അവരുടെ കൈയും കാലും ഉയരുന്നതും ഒരു 2-3 മാസം കഴിയുമ്പോൾ 1 2 3 പറയുമ്പോൾ അവരുടെ കൈയും കാലും ഒക്കെ പറക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം. ഇത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കാലം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ടച്ച് ചെയ്ത് ക്രോസ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സ്പീഡ് ഔട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, രണ്ട് കാല് ചേർത്ത് വെച്ച് എല്ലാവരും രണ്ട് കാല് ചേർത്ത് വയ്ക്കാം. വച്ചോ. രണ്ട് കൈ ലോക്ക് ചെയ്ത് മുന്നിലോട്ട് നന്നായിട്ട് തുഴയുന്നത് പോലെ. 1 2 3. പുറകിലോട്ട് ബോഡി. എന്നാലേ ചെയ്യുന്നതിന് പവറുള്ളൂ. മുന്നിലോട്ട് ആഞ്ഞു വരും. വീണ്ടും പുറകിലോട്ട് പോവാൻ, മുന്നിലോട്ട് വരാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, രണ്ട് കാലം ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. ടയേർഡായിട്ടുണ്ടാവും, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. കണ്ണടച്ചിരുന്നതെന്ന് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് കണ്ണടച്ചിരിക്കുക. ഓക്കെ, സാധാരണ തിരിച്ചു വരാം. രണ്ട് കാലം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്ത് ടച്ച് ചെയ്ത് നമ്മൾ ഇത് എണ്ണം കൂട്ടി എത്രത്തോളം ചെയ്യോ അത്രത്തോളം നമ്മുടെ അരക്കെട്ടിനൊക്കെ നല്ല ബലം ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെച്ച് പറ്റുന്ന അത്രയും ഓപ്പൺ ചെയ്ത് വെച്ച്. ഓക്കെ, ചക്രജലാസനം ചെയ്യാം. ഓക്കെ ആണല്ലോ എല്ലാവരും? രണ്ട് കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് അരിയാട്ടുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യാം. 1 2 3
4 5 6 7 8 9 10. ഓക്കെ, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് പോവാൻ. 2 3 4 5 6 7 8 9 10. ഓക്കെ, എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാഫ് ബട്ടർഫ്ലൈ ആണ്. ഇടത് കാലിൻ്റെ പുറത്തെടുത്ത് വലത് കാല് വയ്ക്കുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്ത് ഫ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ രണ്ട് കൈ ഉണ്ടെങ്കിലും ഇങ്ങനെ എങ്ങനെയെങ്കിലും അനങ്ങി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, ഓപ്പോസിറ്റ് കാലെടുത്ത് വെച്ച് ഓക്കെ, രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക, ഫ്ലൈ ചെയ്ത് കൊടുക്കുക. തീരെ ബുദ്ധിമുട്ടുള്ളവർ കാലിൻ്റെ തുടയൊക്കെ വണ്ണമുള്ളവർ കൈ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടർഫ്ലൈ പോസാണ്. എല്ലാവരും ഒന്ന് ബട്ടർഫ്ലൈയിലോട്ട് വരാമോ? വന്നോളൂ. ഈ കാലിൻ്റെ അടിയിലൂടെ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് ഇങ്ങനെ നട്ടൽ സ്ട്രൈറ്റ് ആക്കി വെച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നാണ് ചിലർ ചെയ്യുന്നത്. നന്നായിട്ട് നിളഞ്ഞിരുന്നേ, നട്ടൽ സ്ട്രൈറ്റ് ആക്കി ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്തിരുന്നേ. ഓക്കെ, ഇനി ഫ്ലൈ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയാൽ 1 2 3 4 5 6 7 8 9 10. സ്ലോ ചെയ്ത് 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്തുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാധാരണ മുന്നിലേക്ക് കൈകൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് എത്രയാണോ പറ്റുന്നത് അത്രയും വന്ന് കുനിഞ്ഞിരുന്നേ. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. ഓക്കെ, ഒരിക്കൽ ഇവിടെ ഫ്ലൈ ചെയ്തേ. 1 2. നട്ടലൊക്കെ സ്ട്രൈറ്റ് ആക്കി വെച്ചേ. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയാൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സ്ലോ ചെയ്യുക. 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്തുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലേക്ക് കൈ കൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്നേ. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. ഓക്കെ, രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോ. കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. ഓക്കെ, ഓരോ കാലൊക്കെ മടക്കിയ 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓരോ കാലും മടക്കുക, നന്നായിട്ട് നെളിയുക. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് രണ്ട് കാലം മടക്കി കുത്തി വെച്ചേ. വലത്തോട് നന്നായിട്ട് വലത് സൈഡ് ഇടത് സൈഡ് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേ. ഓക്കെ, വലത്തോട്ട് വരുമ്പോൾ രണ്ട് മുട്ട് താഴെ വരട്ട്. സ്ലോ ആയിട്ട് ചെയ്ത് നോക്കേ. കണ്ടോ, ഓപ്പോസിറ്റ് വരുമ്പോൾ രണ്ട് മുട്ട് താഴെ വരണം. കിടന്നിട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടോ, രണ്ട് മുട്ട് താഴെ വരണം. 1 2 1
2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലീസ് ചെയ്യുക. ഇത് നടുവേദനയൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ബട്ടക്സ് വേദന, തുടയുടെ വേദനയൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അതുപോലെ ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന, ഓക്കെ, രാത്രി ഉറക്കം വരാതെ കിടക്കുകയാണെങ്കിൽ ഇത് കുറച്ച് സമയം ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ നടുവേദനയെങ്കിലും മാറും. ഓക്കെ, ചുമ്മാ കിടന്ന് എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ ഇതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടുകാർ വിചാരിക്കും ഒക്കെ വട്ടായെന്ന് വിചാരിക്കും അല്ലേ, ഉറക്കത്തിൽ യോഗ. ഓക്കെ, അല്ല നല്ലതാണ്, നമ്മൾ വേറെയുള്ള ചിന്തകളൊക്കെ മാറും. രാത്രി ഉറക്കം വരാതെ കിടക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? അബ്ഡോമൻ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യണം. ഓക്കെ, ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയരുകയും താഴുകയും ചെയ്യുന്നില്ലേ, അതൊക്കെ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ താനെ ഉറങ്ങിക്കോളും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുക. വെറുതെ കിടന്ന് ഓരോന്ന് ചിന്തിച്ച് അടുത്ത് രാവിലെ എണീക്കുമ്പോൾ BP ലെവൽ കൂട്ടാതെ എന്ത് ചെയ്യണം? ബ്രീത്ത് കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മെൻ്റലി ഒന്ന് റിലാക്സേഷൻ, നമുക്ക് മനസ്സൊക്കെ ഒന്ന് സന്തോഷമാകാനും, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ശ്വാസം എടുക്കുന്നോ അത്രത്തോളമൊക്കെ എന്താണ് അബ്ഡോമൻ ബ്രീത്തിങ് എക്സസൈസ് അറിയാമല്ലോ. ശ്വാസം എടുക്കുമ്പോൾ വയറ് ബലൂൺ പോലെ ഉയർന്നു വരും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് സാധാരണ താഴേക്ക് വരും. ആ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശം നന്നായിട്ട് വികസിക്കും. നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഒരുപാട് ഓക്സിജൻ നിറയും. ഒരുപാട് ഓക്സിജൻ നിറയുന്നതനുസരിച്ച് രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജി ആയിരിക്കും. ഓടിച്ചാടി നടന്ന് ജോലിയൊക്കെ ചെയ്യാനുള്ള എനർജി ഉണ്ടാകും. ഓക്കെ, എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 2 ചാട്ടോ 2 ഓട്ടോ ഒക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ ശരിക്കുള്ള യോഗ എന്ന് പറയുന്നത് കുറേയൊക്കെ സ്ലോ ആണ്, റിലാക്സ് ചെയ്തൊക്കെ ചെയ്യുന്നത്. വേറെയുള്ള യോഗ ക്ലാസ്സിനൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. ശരിക്കുള്ള യോഗ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ധ്യാന ശീർഷാസന എക്സാമ്പിൾ കാണിച്ച് ഇപ്പോൾ 2 ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ശരിക്കും യോഗ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക, റിലാക്സ് ആയിട്ട് ഇരിക്കുക ആദ്യം. ഓക്കെ, ശ്വാസം എടുക്കുക. ഓക്കെ, ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം മുന്നിലേക്ക് വരാം. കണ്ടോ, ഇത്രയും സ്ലോ ആയിട്ടാണ് ശരിക്കുള്ള യോഗ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്പീഡിലാണ് ചെയ്യുന്നത്, കാരണം ആരോഗ്യ പ്രശ്നമുള്ളവർ ഇല്ലാത്തവരൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ചില ആൾക്കാർക്ക് ബോറടിക്കും ശരിക്കുള്ള യോഗ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് പോലെ കുറച്ചും കൂടെ ആഡ് ചെയ്താണ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആദ്യം യോഗ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഫുൾ യോഗയാണ്, കിടക്കുക ഇരിക്കുക ഒക്കെ ഉള്ള യോഗ മാത്രമേ ഉള്ളൂ. ആ ഒരു യോഗയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും മടുപ്പായി, കുറേ പേരൊക്കെ ക്ലാസ്സിൽ നിന്ന് പോയി. കാരണം എപ്പോഴും ഇരുന്നിട്ട് ചെയ്യുന്നു, കിടന്നിട്ട് ചെയ്യുന്നു, വേറൊന്നുമില്ല, വിയർക്കുന്നില്ല. ശരിക്കുള്ള യോഗ അതാണ്. പക്ഷെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചു. ആ റൂട്ട് മാറ്റി പിടിച്ച ക്ലാസ്സാണ് ഇപ്പോഴത്തെ ക്ലാസ്. പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഈ ക്ലാസ്. മുന്നേ വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മെസ്സേജ് ഇടും, ഇപ്പോഴത്തെ ക്ലാസ് അടിപൊളിയാണ്, സൂപ്പറാണ്, വർക്കൗട്ടുണ്ട്, യോഗയുണ്ട്, എല്ലാം കൂടെ ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമുള്ളവർ കുറച്ച് ചെയ്യുക, ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ നന്നായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫുൾ എനർജി എടുത്ത് നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ധ്യാന ശീർഷാസനം ചെയ്യുക. ഓക്കെ, വലത് കാലം നീട്ടിയിട്ട് ഇടത് കാലം മടക്കി വലത് കാലം തുടലി ചവിട്ടി വെച്ചോ. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, ബോഡി മുകളിലോട്ട് വലിച്ചു പിടിച്ച്. ഓക്കെ, ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ പറ്റുന്നത് പോലെ. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓക്കെ, ഓപ്പോസിറ്റ് ചെയ്ത ഇടത് കാല് നീട്ടിയിടാം, വലത് കാല് മടക്കി ഇടത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വയ്ക്കുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ, ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കും. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യുക. 2 ദിവസം ആയതേയുള്ള ക്ലാസ്സിന് വന്നിട്ട്, എന്നിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ശ്വാസം എടുക്കാൻ പറയുമ്പോൾ തന്നെ കൈയും കാലൊക്കെ ഉയർത്തുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ ക്ലാസ് ഓക്കെ ആയെന്ന് തോന്നുന്നു. ഓക്കെ, വലത് കാല് നീട്ടിയിടാം, ഇടത് കാല് മടക്കി വലത് കാലിൽ തുടലി ചവിട്ടി വെച്ച്. ഓക്കെ, ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ, ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന്. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം.
ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് ചെയ്ത് ഇടതുകാലം നീട്ടിയിടുക, വലതുകാലം മടക്കി ഇടതുകാലം തുടയിൽ ചവിട്ടി വയ്ക്കുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഓക്കെ ഗുഡ്. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടതുകാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന്. ഓക്കെ ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ഓക്കെ, ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ആയിട്ടിരുന്നല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പെയിൻ ഇല്ലാത്തവർ ചെയ്യുക. ഷോൾഡർ പെയിൻ ഉള്ളവർ കിടന്നിട്ട് ചെയ്തോളൂ. ഷോൾഡർ പെയിൻ ഇല്ലാത്തവർ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഓക്കെ, ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ പെയിൻ അല്ല, വലിയ പെയിനൊക്കെ ഉള്ളവരുണ്ട്, ഇവിടെയൊക്കെ തേയ്മാനമൊക്കെ ഉള്ളവരുണ്ട്, അവർ കിടന്നിട്ട് ചെയ്യുക. അല്ലാത്തവർ ഞാൻ പറയുന്ന പോലെ ചെയ്യും. രണ്ട് കാലം നീട്ടിയിടാം, രണ്ട് കൈയുടെ മുട്ട് കുത്തി പുറയിൽ കിടന്ന്. ബാക്കിയുള്ളവർ കിടന്നോളൂ. വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ആരോഗ്യ പ്രശ്നമുള്ളവർ കിടന്നോളൂ. ഓക്കെ, രണ്ട് കൈമുട്ട് കുത്തി പുറകിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലം ഉയർത്താം. 1. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കുക. ശ്വാസം എടുത്ത് ഇടത് കാലം മുകളിലേക്ക് ഉയർത്തിയ 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് രണ്ട് കാലം ഒരുമിച്ച് ഉയർത്താൻ പറ്റുമോ നോക്കിയേ. 1 2 1 2 1 2. ഓക്കെ, റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ട് കാലം മുകളിലേക്ക് ഉയർത്തി ക്രോസ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയുന്നത് ട്രൈ ചെയ്ത് നോക്കുക. വലത് കാലം മുകളിലേക്ക് ഉയർത്തി വലിയൊരു സർക്കിൾ വരച്ച് 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. ഓക്കെ, ഓപ്പോസിറ്റ്. ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കിടന്ന് ഫുൾ കിടന്ന് ചെയ്തോളൂ. ഓക്കെ, ഓപ്പോസിറ്റ് കാലം ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് 1. റൊട്ടേറ്റ് അല്ല, സർക്കിൾ വരയ്ക്കുക വലിയ. 1 2 3 4 5 6. ഓക്കെ, ഓപ്പോസിറ്റ് സർക്കിൾ വരച്ച് 1 2 3 4 5 6. ഓക്കെ, ഗുഡ്. ഓക്കെ, സാവധാനം എഴുന്നേറ്റ് വരാം. ഓക്കെ, ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് വന്നല്ലേ. ഓക്കെ, ഫുൾ കിടക്കുന്നവർ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വലത് സൈഡിലോട്ട് ചരിഞ്ഞിട്ട് വേണം എണീറ്റ് വരാൻ. ചാടി എണീറ്റ് വരരുത്. നമ്മളിപ്പോൾ ഫുൾ കിടക്കാത്തത് കൊണ്ടാണ് ചാടി എണീച്ചത്. അല്ലാതെ ഫുൾ കിടന്നിട്ട് ചെയ്യുന്നവരെന്ത് ചെയ്യുക, രണ്ട് കൈ സ്ട്രെച്ച് ചെയ്ത് വലത് സൈഡിലോട്ട് ചരിഞ്ഞ് അങ്ങനെ തന്നെ എണീച്ച് വരാം. ഓക്കെ, നമ്മളീ ചെയ്യുന്ന എല്ലാ കാര്യവും ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, നമ്മളീ ചെയ്യുന്ന എല്ലാ കാര്യവും എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഞാൻ കേൾക്കുന്നത്, ആദ്യം ഈ ക്ലാസ് കണ്ടപ്പോൾ ഭയങ്കര സ്പീഡായിട്ട് തോന്നി, ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. 1-2 ആഴ്ച കുറച്ചൊക്കെ ചെയ്തു, ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ചെയ്തു. 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ ഒപ്പം എത്താൻ പറ്റിയെന്നാണ് എല്ലാവരുടെയും ഫീഡ്ബാക്ക്. അപ്പോഴാണ് ഞാൻ പറയുന്നത് അവർ എന്നെക്കുറിച്ച് ആദ്യം വിചാരിച്ചിരുന്ന കാര്യവും പിന്നെ അവർ ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റം. അത് അത്രയും ഡെഡിക്കേഷൻ ക്ലാസ്സിൽ വന്നതുകൊണ്ടാണ് മാറ്റം ഉണ്ടായത്. 1 മാസം കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോയാൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. പിന്നെ ഈ ക്ലാസ് കൊള്ളൂല, ആ ക്ലാസ് കൊള്ളാം, ആ ക്ലാസ് കൊള്ളൂല, അതിൻ്റെ അപ്പുറത്തെ ക്ലാസ് കൊള്ളാം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു കാലത്ത് മാറ്റം ഉണ്ടാവില്ല. ഞാൻ കുറ്റം പറയുന്നില്ല, അല്ല ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം.
ഒരിടത്ത് തന്നെ ഉറച്ച് നിന്നിട്ട് ഒരു 6 മാസമെങ്കിലും അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ഒരു 5 മാസമൊക്കെ ആകുമ്പോൾ ഒരു 50% മാറ്റം ഉണ്ടാവും. 5% 50% മാറ്റം ഉണ്ടാവും 5 മാസമാകുമ്പോൾ. ഓക്കെ, 6 മാസമൊക്കെ ആയി കറക്റ്റ് 6 മാസമാകുമ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്നും വരുന്നവർക്ക് മാത്രം. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ ഇവിടെ ചെയ്തിട്ട് ശരിയായില്ല അപ്പുറത്ത് പോയി ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ 2 വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ട് നിൽക്കുകയെങ്കിൽ താഴെ മുങ്ങിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ, ഞാൻ സന്തോഷത്തോടെ പറയുവാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഓക്കെ, പക്ഷേ വേറൊരു ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്ത് അവിടെയെങ്കിലും നിൽക്കണം. പിടിച്ച് 6 മാസം പിടിച്ച് നിന്നാലേ യോഗയുടെ ഗുണം അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കറിയാം ഇമ്പ്രൂവ്മെൻറ്റ്. പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി പറയുന്നത്. ഓക്കെ, നല്ല മാറ്റം ഉണ്ടാവും. 100% അല്ല, 1000% ഞാൻ വാക്ക് പറയുവാണ്. നല്ല മാറ്റം ഉണ്ടാവും നിന്ന് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഫേസ് യോഗ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസൊക്കെ ചുളിവൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് മാറും, മുഖത്തിലെ ഫാറ്റൊക്കെ മാറി നല്ല രീതിയിലാവും. അതൊന്നാമത്തെ കാര്യം. അടുത്ത് വർക്കൗട്ട് ചെയ്യിപ്പിക്കാറുണ്ട്, വെയിറ്റ് കുറയാനും വയറ് കുറയാനും ഒക്കെ. അതുപോലെ കൊളസ്ട്രോളൊക്കെ പെട്ടെന്ന് മാറും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ നല്ലൊരു എനർജി ഉണ്ടാകും. വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അതുപോലെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആകുമ്പോൾ യോഗയിലെ ഓരോ പോസ്റ്റേഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ ഉളുക്കൂല. ഓക്കെ, മനസ്സിലായല്ലോ, ഉളുക്കൂല. അതിനുവേണ്ടി സഹായിക്കും. അതുപോലെ ബോഡി പെട്ടെന്ന് ഒതുങ്ങി വരും. അടുത്ത് നമ്മൾ യോഗയിലെ പോസ്റ്റേഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാ ദിവസവും യൂട്രസ് സേവ് ചെയ്യുന്ന ചെയ്യിപ്പിക്കാറുണ്ട്. തൈറോയ്ഡ് വരാതിരിക്കേണ്ട ചെയ്യിപ്പിക്കാറുണ്ട്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എൻ്റെ ക്ലാസ്. നമ്മൾ യൂട്രസ് സംബന്ധമായിട്ടുള്ള ചക്ക് ചലാസന, ബട്ടർഫ്ലൈ എന്നും ചെയ്യിപ്പിക്കുക. എത്ര സമയമില്ലെങ്കിലും എവിടെ കൂടെയെങ്കിലും ചെയ്യിപ്പിക്കും. കാരണം ഒരുപാട് പേർക്ക് യൂട്രസ് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ നടുവേദന മാറാൻ, മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ടും, ഷോൾഡർ പെയിൻ, ഇവിടെ നിന്ന് ഇങ്ങനെ നീരിറങ്ങുന്ന ബുദ്ധിമുട്ട്, അങ്ങനെ പല ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുള്ളവർക്ക് എന്താണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്. കുറച്ച് ദിവസം ചെയ്യിപ്പിക്കും, പിന്നെ വീണ്ടും പുതിയ ആൾക്കാർ വരും. ആരോഗ്യ പ്രശ്നമുള്ളവർ വരുമ്പോൾ ബ്രേക്കാവും. അവരെയും കൂടെ കെയർ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ബ്രേക്കാവും. പക്ഷേ സൂര്യ നമസ്കാരം ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുറവും വരുത്തുന്നില്ല. അതിൻ്റെ ഇരട്ടിക്ക് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആഴ്ച 2 ദിവസമൊക്കെ കൊടുത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, കണ്ണടച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. 2 കൈ ചിമ്മുദ്ര വയ്ക്കുക. കണ്ണടച്ചിരുന്ന എല്ലാവരും നട്ടിലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ബോഡിയിലൊന്ന് മാറ്റത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡിയിലെ നെഗറ്റീവ് എനർജി എല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ ബോഡിയിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞു എല്ലാവരും. ഓക്കെ, നിങ്ങളുടെ ബോഡിയിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുവാണ്. അതൊക്കെ ഒന്ന് തിരിച്ചറിയാം. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. കണ്ണടച്ച് പറഞ്ഞേ, നിങ്ങളുടെ ബ്രീത്തിൽ ശ്രദ്ധിച്ച് പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മറ്റാരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വന്തമായിട്ട് പറഞ്ഞേ, എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ തിരക്ക് വന്നാലും അവിടെ നിന്നെല്ലാം 1 മണിക്കൂർ, അരമണിക്കൂറെങ്കിലും മാറ്റി വച്ചിരിക്കും എനിക്ക് വേണ്ടി. എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞേ. നിങ്ങളെല്ലാവരും ഒന്ന് അഭിമാനത്തോടെ ഇരുന്നേ. എല്ലാ ആൾക്കാരും ഇപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യോഗയെ സെലക്ട് ചെയ്ത് യോഗയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ ഇപ്പോഴും ഇതൊന്നും തിരിച്ചറിയാതെ നടക്കുമ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. സ്വന്തമായിട്ടൊന്ന് സന്തോഷിച്ച് ഒന്ന് അഭിമാനിച്ചേ, ഞാൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. റിലാക്സ്, റിലാക്സ്. ഓക്കെ, എല്ലാവരും ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു.
ഓക്കെ, ചെറുതായിട്ടൊന്ന് ചിരിച്ചേ. നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ചിരിച്ചേ. നിങ്ങളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വരട്ടെ. നിങ്ങളോട് തന്നെ ഒന്ന് ചിരിക്കുക. ഒന്ന് ആത്മവിശ്വാസത്തോടെ ഒന്ന് ചിരിച്ചേ. നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിക്കുക, മറ്റാരും സ്നേഹിക്കില്ല. ഏറ്റവും ആദ്യം വേണ്ടത് സെൽഫ് ലവ് ആണ്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, നമ്മൾ പ്രാണായാമം ചെയ്യാൻ പോവുകയാണ്. ഇടത് കൈ ചിമ്മുദ്ര, വലത് കൈ നാസിക മുദ്ര. ഓക്കെ, നമ്മുടെ ചൂണ്ടുവിരളും നടുവിരലും മടക്കുക. 2 കൈ തിരിച്ചു പിടിച്ച്. മനസ്സിലായല്ലോ? ചൂണ്ടുവിരളും നടുവിരൽ മടക്കി 2 മൂക്കടച്ചു പിടിച്ച്. പിടിച്ചോ? കാല് വേദനിക്കുന്നവർ നീട്ടിയിട്ടിരുന്ന് ചെയ്തോ. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കണം. ഓക്കെ, നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്യുക. ഫേസൊക്കെ കൂളായിട്ട് വെച്ച്, കൂളായിട്ട് റിലാക്സ് ആയിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇടത് മൂക്ക് തുറന്നേ. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്തേ. ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. 2 മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് എക്സിലേഷൻ. ഇടത് മൂക്ക് തുറക്കുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഓക്കെ, സാവധാനം കൈ റിലീസ് ചെയ്യുക. കണ്ണടച്ചിരിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാവധാനം കണ്ണുറക്കുക. ഓക്കെ, ഗുഡ്. ഓക്കെ, 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടെ. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. ഓക്കെ, എൻ്റെ ഇൻഹേൽ എക്സേൽ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞേ, എൻ്റെ 1.5 വയസ്സായ കുഞ്ഞ് ഇപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കും ഇൻഹേൽ എക്സേൽ എന്ന്. എൻ്റെ സൗണ്ട് കേട്ടിട്ട് പാടിക്കൊണ്ട് നടക്കും. 1.5 വയസ്സായിട്ടുള്ള ഇൻഹേൽ എക്സേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഓക്കെ, ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ മടുപ്പാണ്. ഈ ശ്വാസം എടുക്കണം, പുറത്തേക്ക് വിടണം, ഇതൊക്കെ നമുക്ക് മടുപ്പാണ്. പ്രാണായാമയുടെ ഗുണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത് ആയുസ് വർദ്ധിക്കും. ഓക്കെ, അലർജി മാറും. തുമ്മൽ,
ശ്വാസം മുട്ടൽ ആസ്മയൊക്കെ ഉള്ളവർക്ക് മാറും. കണ്ണിൻ്റെ ചൊറിച്ചിലും മൂക്കിനകത്തുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറും. ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടും. ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. സൗന്ദര്യം വർദ്ധിക്കും. കണ്ണിന് കാഴ്ചശക്തി വർദ്ധിക്കും. ചെവിക്ക് കേൾവിശക്തി വർദ്ധിക്കും. ശ്വാസകോശം നന്നായിട്ട് വികസിക്കും. നമ്മുടെ ബോഡിക്ക് നല്ലൊരു എനർജി ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഓക്സിജൻ നിറയുന്നതിനും അതോടൊപ്പം തന്നെ ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യേണ്ട ഒരു എനർജി നമ്മുടെ ബോഡിയിൽ ഉണ്ടായി വരും. ഓക്കെ, ഇത് മാത്രമല്ല, പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുണ്ട് നമ്മളിപ്പോൾ ചെയ്ത പ്രാണായാമയ്ക്ക്. ഓക്കെ, എല്ലാവർക്കും 2 പ്രാവശ്യം മൂക്കി കൂടെ ശ്വാസം എടുക്കുമ്പോൾ പിന്നെ കൈയൊക്കെ താഴ്ത്തിയിടാൻ തോന്നും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് അത്രയും ഗുണമുള്ളൊരു കാര്യമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കുറച്ചാലും ഈ പ്രാണായാമം ചെയ്യുന്നത് എന്ത് ചെയ്യരുത്, നമുക്ക് മടുപ്പ് തോന്നരുത്. മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രാണായാമയ്ക്ക്. ഓക്കെ, ഇമ്മ്യൂണിറ്റി പവർ കൂടി, രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെയുള്ള ഒരു ശക്തി എന്തിനുണ്ട്, നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ പ്രാണായാമം, അതെല്ലാവർക്കും ചെയ്യാം. ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാനൊക്കെ സഹായിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെന്ന് പറയുന്നത് ഓരോ കാര്യം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് തന്നാണ് പഠിപ്പിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണം. മടുപ്പോടെ ചെയ്യുന്നതും ഇഷ്ടത്തോടെ ചെയ്യുന്നതും രണ്ടാണ് അല്ലേ. ഇതിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വരും, ഇത്രയും ഗുണങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ഉത്സാഹം കൂടും. നമ്മളിപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിൽ എണ്ണം കൂട്ടി ഇനി എന്ത് ചെയ്യണം. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക, കാലൊക്കെ നീട്ടി, കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 4, കാലത്ത് ഭാഗനൊക്കെ 1 2 3. ഓക്കെ, കൂടെ ഒരിക്കലും ചെയ്യാം. 1 2 3 4, കാലത്തുള്ള ഭാഗനൊക്കെ 1 2 3. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻ്റ് ആണ്, യോഗയിലെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഷോൾഡർ പെയിൻ, കഴുത്തിൻ്റെ ഇവിടെ നീര് കെട്ടുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടല്ലോ, അതായത് കഴുത്തിൻ്റെ പുറകുവശം വേദന, അങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവിടെ നിന്ന് ഇങ്ങനെ തരിപ്പ് വേദന. നമ്മുടെ ട്രിവാൻഡ്രം ലാംഗ്വേജാണ്. ഈ വേറെയുള്ള സ്ഥലങ്ങളിൽ ഇതിനൊക്കെ വേറെ അർത്ഥമുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവിടുത്തെ എല്ലാ ജില്ലക്കാരും ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ എന്താണ് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലോ ആയിട്ട് ചെയ്യുക. എല്ലാവരും പെട്ടെന്ന് ആവേശം കയറി ചെയ്യരുത്. ഇത് യോഗയാണ്, ട്രീറ്റ്മെൻറ്റാണ്. ആദ്യം സമാധാനത്തോടെ ഇരിക്കുക, വർക്കൗട്ടല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം എടുത്ത് കൈ എടുത്താൽ സ്ലോ ആയിട്ട്. ഓക്കെ, ഈ കൈ തിരിച്ചു പിടിച്ച് പുറകിലോട്ട് ഇങ്ങനെ പിടിക്കും. ക്രോസ് ചെയ്ത് വയ്ക്കും 2 ഷോൾഡറിൻ്റെ പുറത്ത്. ഓക്കെ, 2 കൈയുടെ നടുക്ക് നമ്മുടെ തല. ഓക്കെ ആണല്ലോ. നന്നായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടും. നന്നായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടും. നന്നായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടും. നന്നായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടാം. ഓക്കെ, ഇനി ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നതാണേ, ചെയ്തോളൂ. ഞാൻ ഇരിക്കുന്ന നോക്കണ്ട, നിങ്ങൾ നന്നായിട്ടിരിക്കുക. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടൂല ബ്രീത്തൊന്നും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, ബ്രീത്തിങ്. ആ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച്. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം എക്സേൽ ചെയ്യുക. ഒരിക്കൽ കൂടി ചെയ്യാം. ബ്രീത്തിങ്. ഓക്കെ, ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം എക്സേൽ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം എക്സേൽ ചെയ്യുക. ഓക്കെ, സാവധാനം കണ്ണു തുറക്കുക. ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് വരുത്തുക. സ്ലോ ആയിട്ട് ശ്വാസം എടുത്ത് കൈ മുന്നിലോട്ട് കൈപ്പത്തി. ശ്വാസം പുറത്തേക്ക് വിട്ട് സ്ലോ ആയിട്ട് വരണം. സ്ലോ ആയിട്ട്. കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ.
exhale, inhale, exhale, inhale, exhale. ഓക്കെ, സാധനം കണ്ണുറക്കാം. ഓക്കെ, അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്, അതും കൂടെ കഴിഞ്ഞ് ക്ലാസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കഴുത്തിൻ്റെ വേദനയും ഷോൾഡർ പെയിനും പുറകുവശം പെയിനൊക്കെ ഉള്ളവർക്കൊക്കെ മാറാനും ഒക്കെ സഹായിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വലത് കൈ കപ്പ് ചെയ്യാം, വലത് ചെവിയിലോട്ട് വെച്ച്. ഈ ചെവിയിലൂടെ ഇനി ഒന്നും കേൾക്കാൻ പാടില്ല, ആ രീതിയിൽ നന്നായിട്ട് അടച്ചു വയ്ക്കും. അടച്ചു വെച്ചോ? ഓക്കെ, കണ്ണടച്ചിരിക്കാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. എക്സേൽ. സാവധാനം കൈ റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഓക്കെ, ഇടത് കൈ ശ്വാസം എടുത്ത് വയ്ക്കുക. നന്നായിട്ട് ചെവി അടച്ചു പിടിച്ചേ, മാക്സിമം നന്നായിട്ട് അടച്ചു പിടിച്ചേ. ഓക്കെ, കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. സാവധാനം എക്സേൽ ചെയ്യുക. ഓക്കെ, സാവധാനം കൈ റിലീസ് ചെയ്യുക. ശ്വാസം എടുത്ത് 2 കൈ തലയുടെ പുറകിലേക്ക് വയ്ക്കുക. ഓക്കെ, നെഞ്ചൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചേ, ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്തേ. നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേ, കണ്ണടച്ച്. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6 7 8 9 10. സാവധാനം എക്സേൽ ചെയ്യുക. എക്സേൽ. കംപ്ലീറ്റ് ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം കൈ റിലീസ് ചെയ്യുക. ഓക്കെ, റിലീസ് ചെയ്യുക. ഓക്കെ, 2 കൈ ലോക്ക് ചെയ്ത് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. 2 കൈ ലോക്ക് ചെയ്ത് കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഓക്കെ, ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്യുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ. ഓക്കെ, ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഗുഡ്. സ്റ്റേ 1 2 3 4 5 6. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്യുക. എക്സേൽ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്തതിന് ശേഷം കൈ റിലീസ് ചെയ്യുക. ഓക്കെ, സാവധാനം കണ്ണുറക്കുക. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3. ഓക്കെ, ഗുഡ്. കാലത്തോടെ ഭാഗമൊക്കെ 1 2 3. വരിക കൂടെ ചെയ്യാം. 1 2 3. കാലത്തോടെ ഭാഗമൊക്കെ 1 2 3. ഓക്കെ, ഗുഡ്. 2 കാലം മടക്കി കുത്തി വെച്ച് നമ്മൾ കുറേ സമയം ഇരുന്നതുകൊണ്ട് ബട്ടക്സ് ഒക്കെ ഒരു പെയിൻ കാണും, നടുവൊക്കെ ഒരു വേദന പോലെ. അത് മാറാൻ വേണ്ടിയാണ്. മാക്സിമം നന്നായിട്ട് കാൽമുട്ട് താഴെ വരട്ടെ. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. ഓക്കെ, കാല വിരലുകൾ മുന്നിലോട്ട് പുറകിലോട്ട് ആക്കി കൊടുത്തേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ഓക്കെ, ഗുഡ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ഇന്നത്തെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ചിരിയൊന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? ഓക്കെ.
ഓക്കെ, ക്ലോസ് ചെയ്യാമല്ലോ. രണ്ട് കൈ മുദ്ര വയ്ക്കുക, കണ്ണടച്ചിരിക്കുക. ഇൻഹേ എക്സേ, ഇൻഹേ എക്സേ, ഇൻഹേ എക്സേ. നമസ്കാരം മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു. മനസ്സിനും ശരീരത്തിനും നല്ലൊരു ആരോഗ്യം, ഉണർവ്, ഉന്മേഷമൊക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിച്ച്. ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യാനുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായി വരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവരും. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. ചിണ്ടാവണം. താടി ഉയർത്തുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമുക. രണ്ട് കൈ കപ്പിയുക, കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണ് തുറന്ന് നോക്കിയെല്ലാം. ഓക്കെ, രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലോട്ട് വന്നാൽ പറ്റുന്ന അത്രയും മുന്നിലോട്ട്. സാവധാനം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ.